പിന്നെ അടുത്തത് 2 സേഫ്റ്റി പെൻ, ഒരു ഗോൾഡൻ സേഫ്റ്റി പെൻ, ഒരു സാധാ സേഫ്റ്റി പെൻ, സിൽവർ സേഫ്റ്റി പെൻ. ഇത് കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വാങ്ങിച്ചത്, ഇങ്ങനെ ഒരു ബാഗ് വന്നു പോയതാണ്. പിന്നെ ഒരു ഷാർപ്പനർ, ഇതെൻ്റെ അനിയത്തിയുടെ ഞാൻ വാങ്ങിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം. പിന്നെ ഇനി ഒരു ഷാർപ്പനർ പോലും സ്വന്തമായിട്ട് വാങ്ങിക്കാൻ കഴിവില്ലേന്നൊന്നും ചോദിച്ചാൽ കമൻ്റ് ഒന്നും വിടാനിരിക്കണ്ട. ഞാനിങ്ങനെയൊക്കെയാണ്. ഇനി അടുത്തത് ഒരു സ്ലൈഡ് ഉണ്ട്, ഇതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല, ഇതൊന്നും ഞാൻ ഉണ്ടെന്ന് പോലും ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അടുത്ത സേഫ്റ്റി പെൻ, അതിൻ്റെ അടുത്ത സേഫ്റ്റി പെൻ, ഇതുകൊണ്ട് നമുക്ക് പല ഉപയോഗമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഒരു നെക്ക് കുറച്ച് സ്ലീവ്, നെക്കിൻ്റെ ഭാഗം കുറച്ച് ഡീപ്പാണെങ്കിൽ ഒന്ന് കുത്തി വെക്കാം. ഇനി അതല്ല ഷോൾ ഉണ്ടെങ്കിൽ നമുക്ക് പിൻ ചെയ്യാം. ഇനി അതല്ല എന്തെങ്കിലും സാധനങ്ങൾ കൂട്ടി പോയാൽ അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കുത്തി വെക്കാം. ഇനി അതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ സെൽഫ് ഡിഫൻസ് ആയിട്ട് കുത്താനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ പല ഉപയോഗങ്ങൾ. ഓക്കെ, ഇതൊന്നും വേണ്ടാത്തതല്ലേ. ഇനി പിന്നെ പൊതുവിൽ എൻ്റെ ബാഗിനകത്ത് കുറേ കച്ചവടങ്ങൾ കാണാറുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം, ഇത് കച്ചവടമാണല്ലോ പറഞ്ഞത്, എനിക്കൊരു നോട്ടീസ് ആരായിട്ട് ഒരു ബ്രോഷർ തന്നതാണ്. പിന്നെ ഇതും ഇത് ഞാൻ ഈ ആറ്റിയുടെ ഈ ഒരു പോക്കറ്റ് പെർഫ്യൂം കുറേ സ്ഥലങ്ങളിൽ വായിക്കാനും കുറേ സ്ഥലങ്ങളിൽ വീഡിയോ ആയിട്ടൊക്കെ കണ്ടു. ഇങ്ങനത്തെ പെർഫ്യൂംസ് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ്സ് യൂസ് ചെയ്യരുത്, ഒരുപാട് സ്കിൻ ഡിസീസസ് ഉണ്ടാവും, മറ്റ് പ്രശ്നങ്ങളുണ്ടാവും ഒക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ചെയ്യുന്നൊരു അപരാധമാണിത്. എനിക്ക് ഈ മണങ്ങൾ വിട്ടൊരു പരിപാടിയില്ല, നല്ല മണമാണ് രണ്ടും. ഇത് ഓട്ടം ബ്ലൂം എന്ന് പറഞ്ഞത്, ഇത് ഞാൻ പുതിയതായിട്ട് ഈ പ്രാവശ്യം വാങ്ങിച്ച് ട്രൈ ചെയ്തത്. കൊള്ളാം, ഇതിന് ഒരു സ്പ്രിംഗ് സീസണൊക്കെ ഓർമ്മ വരും ഇത് യൂസ് ചെയ്യുമ്പോൾ. ഇത് പക്ഷേ ഏത് മൂഡിൽ, തെറ്റിപ്പോയി, ഇത് നമുക്ക് വേണമെങ്കിൽ ഏത് ഇത് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു സെറ്റാണ്. കൺട്രി ബ്രീസിനായിട്ട് നല്ല ഒരു പ്ലസൻറ്റ് മണം. നമുക്ക് ഇച്ചിരി മൂഡ് ഓഫ് ആയിട്ടിരിക്കുമ്പോഴാണെങ്കിലൊക്കെ എനിക്ക് ആ മണം കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു. പിന്നെ ഇത് മുമ്പ് ഞാൻ കാണിച്ച ഹെഡ്സെറ്റിൻ്റെ ചാർജിങ് കേബിളാണ്. ഇനി ഇതെൻ്റെ കുറച്ച് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സും പേപ്പേഴ്സും ഒക്കെയാണ്. അതെന്താണെന്ന് എനിക്ക് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സോ കോൺഫിഡൻഷ്യൽ.